നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി കൊല്ലവർഷം 1200 കടന്നു വരികയാണ്. അതായത് ഒരു നൂറ്റാണ്ടിൻ്റെ ആരംഭം നമ്മൾ കാണാൻ പോവുകയാണ്. ഈ ഒരു അവസരത്തിൽ 27 നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ജ്യോതിഷപരമായിട്ടുള്ള ഫലങ്ങളാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. അശ്വതി, ഭരണി, കാർത്തിക തുടങ്ങി രേവതി വരെയുള്ള 27 നാളുകാരുടെയും സമ്പൂർണ്ണ വർഷഫലമാണ് ഇന്ന് പറയുന്നത്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ കേട്ടുനോക്കൂ. നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ നക്ഷത്രഫലം കേട്ടുനോക്കൂ. ഒരു വർഷത്തെ ഫലമാണ്. അതായത് ചിങ്ങം 1 മുതൽ അടുത്ത വർഷം, അതായത് 2025 കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലം ഏതൊക്കെ നാളുകാർ നേടും, ഏതൊക്കെ നാളുകാരാണ് ശ്രദ്ധിക്കേണ്ടത്, ഈ വിവരമാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം ഓരോ നക്ഷത്രക്കാരുടെയും ഫലം എന്താണ് എന്നുള്ളത്. ഒന്നാമത്തെ നക്ഷത്രം അശ്വതിയിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഒരു വർഷം, അതായത് 1200 ആണ്ട് ചിങ്ങം 1 മുതൽ, കൃത്യമായി പറഞ്ഞാൽ ആഗസ്റ്റ് 17 2024 മുതൽ ഓഗസ്റ്റ് 16 2025 വരെ, കർക്കിടകം അവസാനിക്കുന്നത് വരെയുള്ള ഒരു വർഷം അശ്വതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ സമയമാണ്. സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾ ഇവരെ തേടിയെത്തും. ബിസിനസ് ചെയ്യുന്നവർക്ക് അനുകൂല സമയം, വിദ്യാവിജയമുണ്ടാകുന്ന സമയം, ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിന് പോകാൻ സാധിക്കുന്ന സമയം എന്നിങ്ങനെ സമസ്ത കർമ്മ മേഖലകളിലും വിദ്യാമേഖലയിലും വിജയം കൊയ്യുന്ന നക്ഷത്രമായി അശ്വതി മാറും എന്നുള്ളതാണ്. കലാ, കായിക, സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഉയർച്ചയുടെ സമയമാണ്. വിവാഹം, വിവാഹ നിശ്ചയം, സന്താനഭാഗ്യം, വീട്, വസ്തു, വാഹനയോഗം, ഇതൊക്കെ കാണുന്ന, ഇതിനൊക്കെ യോഗമുള്ള സമയമാണ് അശ്വതി നക്ഷത്രത്തിന്. അശ്വതിക്കാർക്ക് പിതാവ് വഴി ചില സ്വത്ത് വകകൾ ലഭിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് രീതിയിലുള്ള നേട്ടങ്ങൾ, പ്രത്യേകിച്ചും ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ലാഭം ഇരട്ടിക്കും. ഇവരുടെ ജീവിതത്തിൽ ബിസിനസ് ചെയ്ത് ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ, ഒരുപാട് പ്രശംസകൾ പിടിച്ചു പറ്റാൻ, സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് വരാൻ സാധിക്കുന്നതായിരിക്കും. അങ്ങനെ തൊട്ടതെല്ലാം പൊന്നാകും വരുന്ന ഒരു വർഷക്കാലം, ചിങ്ങം 1 മുതൽ അടുത്ത കർക്കിടകം വരെയുള്ള കാലം അശ്വതി നക്ഷത്രത്തിന് എന്ന് പറയുന്നത്. അശ്വതിക്കാരൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ, പറ്റുമെങ്കിൽ മലയാള മാസം 1-ാം തീയതി തന്നെ പോയി പ്രാർത്ഥിക്കുക. എല്ലാ മലയാള മാസവും മുടങ്ങാതെ പോയി പ്രാർത്ഥിക്കുക. നിങ്ങൾ ഉയരങ്ങൾ കീഴടക്കും. കൂടാതെ ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ അവിടെയും പോയി പ്രത്യേകം രക്തപുഷ്പാഞ്ജലിയൊക്കെ നടത്തി പ്രാർത്ഥിക്കുക. എല്ലാം മംഗളമായി കിട്ടും. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ്, ഏറ്റവും നല്ല വർഷങ്ങളിലൊന്നാണ് ഈ ചിങ്ങം പിറക്കുന്നതോടുകൂടി വന്നു ചേരാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ആശംസകളും അശ്വതി നക്ഷത്രത്തിന്. രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണിക്കാരെ സംബന്ധിച്ചിടത്തോളം മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഇവർക്ക് നടത്തിയെടുക്കാൻ ഈ ഒരു വർഷം സാധിക്കുന്നതാണ്. തൊഴിൽ രംഗത്ത് നല്ല രീതിയിൽ ഉയരാൻ സാധിക്കും. ചെയ്യുന്ന തൊഴിലിൽ പേരും പ്രശസ്തിയും നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. അതുപോലെ ആഗ്രഹിച്ച തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. PSC, സിവിൽ സർവീസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക്, ഭരണിക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ചുരുക്കി പറഞ്ഞാൽ PSC ഒക്കെ എഴുതി കയറാനായിട്ടുള്ള സാധ്യത ഭരണിക്കാർക്ക് കൂടുതലാണ്. തൊഴിൽ, പ്രമോഷന് തുല്യമായിട്ടുള്ള അംഗീകാരങ്ങൾ, ഇതൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിവാഹയോഗം, പ്രണയസാഫല്യം, സന്താനയോഗം, ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം മക്കളൊക്കെ ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ സന്താനയോഗത്തിന് സാധ്യത കാണുന്നുണ്ട്, വിവാഹയോഗത്തിന് സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും മംഗളമാണ് ഭരണി നക്ഷത്രത്തിന്. അതുപോലെ തന്നെ
ഇവർക്ക് ഇവരുടെ ജീവിതത്തിൽ ചില മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ചും വീട് പണി മുടങ്ങിക്കിടക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങി പാതി വഴിക്ക് വെച്ച് നിന്ന് പോയത്, അല്ലെങ്കിൽ നിർത്തിവെച്ച് തിരിഞ്ഞു പോകേണ്ടി വന്നത്, പഠിക്കാൻ പോയിട്ട് പഠിക്കാൻ പറ്റാതിരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ പൊടിതട്ടിയെടുത്ത് വീണ്ടും പൂർണ്ണ ഊർജ്ജസ്വലതയോടുകൂടി അതിലേക്ക് കടക്കാനും അതൊക്കെ വിജയിച്ചു വരാനുമുള്ള അവസരവും തെളിയുന്നതായിട്ട് കാണുന്നുണ്ട്. സമസ്ത കർമ്മ മേഖലകളിലും കൈവയ്ക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നേടുന്ന നക്ഷത്രമായി ഭരണി മാറുന്നതായിരിക്കും. ഭരണി നക്ഷത്രക്കാർ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, പ്രത്യേകിച്ചും നിങ്ങളുടെ വീട്ടിനടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ ഭദ്രകാളി അമ്മയ്ക്ക് ചുവന്ന പട്ട് ഈ വർഷം എപ്പോഴെങ്കിലും ഒന്ന് പോയി സമർപ്പിച്ച് ദേവിയെ പ്രത്യേകം കണ്ടു തൊഴുത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാഗദൈവങ്ങൾക്ക് 100 പാലും വഴിപാട് പറ്റുമെങ്കിൽ എല്ലാ മാസവും അടുത്ത് സർപ്പക്കാവോ അല്ലെങ്കിൽ സർപ്പക്കാവുള്ള അമ്പലം ഉണ്ടെങ്കിൽ നടത്തുന്നത് ഏറ്റവും കേമമായിരിക്കും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഭരണി നക്ഷത്രത്തിന് സൗഭാഗ്യത്തിൻ്റെ വർഷമായി 1200 മാറുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം 1200 എന്ന് പറയുന്ന കൊല്ലവർഷം അത്ര അനുകൂലമായിട്ടല്ല കാണുന്നത് എന്നുള്ളതാണ്. കുടുംബജീവിതത്തിൽ ചില കലഹങ്ങൾ, അതുമൂലം ചില മനസ്സമാധാനക്കേടുകൾ, ഇതൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പൊതുവെ സാധാരണ നമുക്ക് ഒരു മനസ്സമാധാനവും കാര്യങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാവുമെങ്കിലും ചില കലഹങ്ങളും വാക്കുതർക്കങ്ങളും ഒക്കെ അത് നഷ്ടപ്പെടുത്താൻ ഇടയാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വാക്കുകളിൽ മിതത്വം പാലിക്കുക, എപ്പോഴും പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന പ്രവർത്തികളിലും ഒരു എക്സ്ട്രാ ശ്രദ്ധ വെച്ച് പുലർത്തണം കാർത്തികക്കാരെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തിക രംഗത്ത് ചില കഷ്ടങ്ങൾ, നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പണം പറ്റിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിലൂടെ ചില നഷ്ടങ്ങൾ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക രംഗങ്ങളൊക്കെ ഇനി എത്ര വിശ്വസ്തരെന്ന് പറഞ്ഞാലും പണം കണ്ണും പൂട്ടി എടുത്ത് കൊടുക്കരുത്. എപ്പോഴും വഞ്ചിക്കപ്പെടാനും പറ്റിക്കപ്പെടാനും വാങ്ങിയ പൈസ തിരിച്ചു തരാതിരിക്കാനും അതുമൂലം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാനും ഒക്കെ സാധ്യത കാണുന്നുണ്ട്. ഊഹക്കച്ചവടക്കാർ, റിയൽ എസ്റ്റേറ്റുകാർ, ഈ ഷെയർ മാർക്കറ്റ് ചെയ്യുന്നവർ, പണം റോൾ ചെയ്ത് ചെയ്യുന്നവർ, ഇവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കാർത്തിക നക്ഷത്രക്കാരെന്ന് പറയുന്നത്. ഒരുപാട് യാത്ര ചെയ്യാനുള്ള യോഗം കാണുന്നുണ്ട്, ഒരുപാട് ദൂരയാത്രകൾ. എന്നാൽ അത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചാൽ രണ്ടും കാണുന്നുണ്ട്. ഗുണയാത്രകളും ഉണ്ട്, ദോഷമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്കത്ര മനസ്സിന് സമാധാനമില്ലാത്ത മനപ്രയാസം നിറഞ്ഞ യാത്രകളും സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആശങ്കകൾ, ചിന്തകൾ, ഒരുപാട് അലട്ടലുകൾ, പൊതുവെയുള്ള മനപ്രയാസങ്ങൾ, ഇതൊക്കെ ഉള്ളതായിട്ട് കാണുന്ന ഒരു സമയമാണ്. കാർത്തികക്കാർ കൂടുതലായിട്ട് ശിവനെ പ്രാർത്ഥിക്കുക. ഡെയിലി ഓം നമഃശിവായ മുടങ്ങാതെ ജപിക്കുക. ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകും. ശിവൻ എല്ലാ മാസവും ജലധാര നടത്തുക. വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ, ശാസ്താക്ഷേത്രം വീട്ടിനടുത്ത് എവിടെയെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പോയി നീരാഞ്ജനം തെളിയിക്കുന്നതും ഏറ്റവും നന്നായിരിക്കും. അപ്പം ശ്രദ്ധിക്കേണ്ട നക്ഷത്രമായിട്ടാണ് കാർത്തിക നക്ഷത്രത്തെ കാണുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ കാര്യങ്ങൾ നടത്താനായിട്ട് നല്ല സമയമായിട്ടാണ് കാണുന്നത്. ഈ ഒരു വർഷം തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, ചിങ്ങം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ കാര്യങ്ങൾ, പുതിയ ബിസിനസ്, പുതിയ സംരംഭങ്ങൾ, പുതിയ പഠനം, പുതിയ തൊഴിൽ, ഇതിനൊക്കെ നല്ല സമയമായിട്ടാണ് കാണുന്നത്. സന്താനങ്ങളൊക്കെ ഉള്ളവർക്ക് മക്കളെ കൊണ്ട് ഒരുപാട് അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ വരുന്നതായിട്ട് കാണുന്നുണ്ട്. മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ, മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ, മക്കളുടെ ഉയർച്ച കാണാനൊക്കെ രോഹിണിക്കാർക്ക് അവസ്ഥ വരുന്നുണ്ട്. വാശിയൊക്കെ ഒരല്പം കുറയ്ക്കുക. വാശി, ദേഷ്യം, ഇതൊക്കെ കൺട്രോൾ ചെയ്യുക. കാരണം ഇതുകൊണ്ട് പല പ്രശ്നങ്ങളിലേക്കും നിങ്ങൾ ചെന്ന് ചാടാനുള്ള സാധ്യത രോഹിണിക്കാർക്ക് കാണുന്ന ഒരു വർഷമാണ് 1200. അതായത് കുടുംബ വഴക്കുകൾ, ബന്ധുക്കളുമായിട്ടുള്ള ചില സംസാരങ്ങൾ, ഇതൊക്കെ വഷളാകാനായിട്ടുള്ള, അതുമൂലം നമുക്ക് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സാമ്പത്തിക നിലയൊക്കെ പൊതുവെ മെച്ചപ്പെടുന്നതായിട്ടാണ് രോഹിണിക്ക് കാണുന്നത്. കാര്യതടസ്സങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില കാര്യങ്ങളിലൊക്കെ ഇടപെടുമ്പം തടസ്സങ്ങൾ, അല്ലെങ്കിൽ സമയത്ത് നടന്നു കിട്ടാതെ വരിക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. പക്ഷേ പുതിയ കാര്യങ്ങൾക്ക് ഈ ഒരു ചിങ്ങം കഴിഞ്ഞ് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല സമയമാണ് താനും. മഹാവിഷ്ണു ഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. എല്ലാ മലയാള മാസവും മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നെയ്വിളക്കും തുളസിമാലയും ചാർത്തുക. എല്ലാ മലയാള മാസവും ഇതൊരു ശീലമാക്കുക. ഭഗവാന് നെയ്വിളക്കും തുളസിമാലയും വെച്ചിട്ട് മാത്രം ഏത് കാര്യത്തിനും പോവുക, എങ്കിൽ എല്ലാം മംഗളമായി കിട്ടും.
ഏറ്റവും നല്ല കാര്യമാണ്. ഇപ്പം രോഹിണി നക്ഷത്രക്കാർ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഗുണഫലങ്ങളും ഉണ്ട്, എന്നാൽ കുറച്ച് മോശഫലങ്ങളും ഉണ്ട് താനും. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഭഗവാനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ സർവം മംഗളമായി തീരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകയിരം നക്ഷത്രമാണ്. മകയിരംകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിടത്തിൽ ചില അപ്രതീക്ഷിതമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരേർപ്പെടുന്ന കർമ്മ മേഖലയിൽ നിന്ന് ചില മനപ്രയാസങ്ങൾ, അവിടെ ഉണ്ടാകുന്ന ചില കലഹങ്ങളോ ചിലപ്പം ചില പഴി കേൾക്കാനുള്ള സാധ്യതയൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ മകയിരംകാർ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. കടമൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ചിലവൊക്കെ ഒന്ന് അത്യാവശ്യം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പല കാര്യങ്ങളിലും വഴിമുടക്കുകൾ, വഴി തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചിട്ട് പൂർത്തീകരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു മുട്ട അനുഭവപ്പെടുക, ഇതൊക്കെ വരാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ കുടുംബജീവിതത്തിൽ ബന്ധുജനങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ഇതിലൊക്കെ ചില വാക്ക് തർക്കങ്ങൾ, ചില കലഹങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. മകയിരത്തിന് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അത്ര ശുഭകരമല്ലാത്ത ഫലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലവുകൾ വർദ്ധിക്കും, അധിക ചിലവുകൾ വരും, വരവിൽ കൂടുതൽ ചിലവ് വരും. ഇതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ പോയി തൊഴണം കേട്ടോ. ഭദ്രകാളി അമ്മയ്ക്ക് പോകുന്ന സമയത്ത് ഒരു കാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക, ഏറ്റവും നന്നായിരിക്കും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു മാസം, ഒന്നുകിൽ ഈ ചിങ്ങം ആരംഭിക്കുന്ന സമയത്ത്, അതല്ല എന്നുണ്ടെങ്കിൽ അങ്ങ് പോകെ സമയത്ത് ദേവിക്ക് ഒരു ചുവന്ന പട്ടുകൂടി വാങ്ങി സമർപ്പിക്കുക. എല്ലാ ദോഷങ്ങളും മാറും, സകലം ഐശ്വര്യമായി തീരും. ഒരൊറ്റമൂലി പരിഹാരമാണ് ഭദ്രകാളി അമ്മയെ നല്ലോണം പ്രാർത്ഥിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തി എല്ലാ മാസവും തൊഴുത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ മകയിരത്തിന് ഒഴിയാനായിട്ട്, ഈ മൊത്തത്തിൽ അശുഭമായി കാണുന്ന ഈ ഒരു ജ്യോതിഷ ഫലം നിങ്ങൾക്ക് ഗുണകരമായി മാറണമെന്നുണ്ടെങ്കിൽ ഭദ്രകാളി അമ്മയെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക, സർവം മംഗളമായി കിട്ടും എന്നുള്ളതാണ്. മകയിരം മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് വീണ്ടും പറയുന്നു, അത്ര ശുഭകരമല്ല, ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയവും കാര്യങ്ങളുമാണ് കാണുന്നത് എന്നുള്ളത്. അടുത്ത നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും എന്നുള്ളതാണ്. അപ്രതീക്ഷിതം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്, ഗുണമാകാം ദോഷമാകാം. എന്നാൽ തിരുവാതിരക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ളത് ഗുണമല്ല പ്രദാനം ചെയ്യുന്നത്, അത്യാവശ്യം ദോഷമാണ് എന്നുള്ളതാണ്. അപ്രതീക്ഷിത ചിലവ്, അപ്രതീക്ഷിതമായിട്ടുള്ള തടസ്സം, അപ്രതീക്ഷിതമായിട്ടുള്ള ധനക്ലേശം, തൊഴിൽ രംഗത്ത് ചില രീതിയിലുള്ള ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ, ചില വ്യക്തികളെ കൊണ്ടുണ്ടാവുന്ന മനപ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ പൊതുവെ സമാധാനപൂർവ്വമായിട്ടുള്ളൊരു അവസ്ഥയാണ് എന്നുണ്ടെങ്കിലും തൊഴിലിടത്തിൽ അല്ലെങ്കിൽ കർമ്മ മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ചില മനപ്രയാസങ്ങൾ കുടുംബജീവിതത്തിലെ സന്തോഷം പോലും കണ്ടില്ല എന്ന് നടിക്കത്തക്ക രീതിയിൽ നമ്മളെ മാറ്റുന്നതായിരിക്കും. അനാവശ്യമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരും, ഒരുപാട് ചിന്തകൾ വർദ്ധിക്കും, മനപ്രയാസം വർദ്ധിക്കും. അപ്പം അതിൽ നിന്നൊക്കെ ഒറ്റമൂലി പരിഹാരം എന്ന് പറയുന്നത് ശിവഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഓം നമഃശിവായ എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക. ശിവക്ഷേത്രത്തിൽ മാസാദ്യം പോയി ജലധാര നടത്തുക. ഭഗവാന് ജലധാര നടത്തി കൂവളമാലയും സമർപ്പിച്ച് നാഗദൈവങ്ങൾക്ക് എല്ലാ മാസവും ഒരു 100 പാലും വഴിപാടും നടത്താമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. പഠിക്കുന്ന മക്കളൊക്കെ തിരുവാതിരക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വിദ്യയിൽ അവർക്ക് ഉദ്ദേശിച്ച വിജയം ലഭിക്കണമെന്നില്ല, പക്ഷേ അവസരങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അത്ര രീതിയിൽ മികച്ചതായിട്ട് വരണമെന്നില്ല എന്നുള്ളൊരിതും കാണുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശിവക്ഷേത്രത്തിൽ മുടങ്ങാതെ അവരുടെ പേരിൽ ജലധാര നടത്തുക. ഇതിനൊക്കെ പരിഹാരം ഉണ്ടാവും, മാറ്റം ഉണ്ടാവും. ഈ തിരുവാതിര നക്ഷത്രത്തിന് പൊതുവേ ഈ ഒരു വർഷഫലം അത്ര ഗുണകരമല്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കുക. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദംകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പുതുവർഷ ഫലം 1200 ഫലം എന്ന് പറയുന്നത് വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. തൊഴിലിൽ പ്രതീക്ഷിച്ചതിലും വലിയ ഉയർച്ച, അംഗീകാരങ്ങൾ, പ്രശംസ, അത് ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നൊക്കെ അല്ലെങ്കിൽ നമ്മളുടെ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ ഒരുപാട് അംഗീകാരവും പ്രശംസയും പ്രീതിയും
ഒക്കെ പിടിച്ചു പറ്റാനുള്ള ഒരു അവസരം കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ഇവർക്ക് കൊയ്യാൻ സാധിക്കുന്ന ഒരു വർഷമാണ് പുണർദത്തിന് കാണുന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും. വീട്, വാഹനം, വസ്തു, വീട് വയ്പ് ഇതൊക്കെ മംഗളകരമായിട്ട് പൂർത്തീകരിക്കാൻ അതിനൊക്കെ യോഗമുണ്ടാകുന്ന സമയമാണ്. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അതിൽ നിന്നൊക്കെ വിജയം നേടാനും ധനം സമാഹരിക്കാനുമുള്ള അവസരം ഇവർക്കുണ്ടാകുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായേക്കാവുന്ന പല തീരുമാനങ്ങളും ഇവരെടുക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ 1200 ആണ്ട് എന്ന് പറയുന്നത്. മഹാവിഷ്ണു ക്ഷേത്രം നിങ്ങളുടെ വീട്ടിനടുത്തുണ്ടെങ്കിൽ പുണർദംകാര് പ്രത്യേകം ഒന്ന് പോയി തൊഴുത് പ്രാർത്ഥിക്കണം കേട്ടോ. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ എല്ലാ മാസവും മുടങ്ങാതെ നെയ്വിളക്കും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതം കൂടുതൽ ശോഭനമാകും. എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും. മഹാവിഷ്ണു ഭഗവാന്റെ അമ്പലമില്ലെങ്കിൽ അവതാര ക്ഷേത്രങ്ങൾ, ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമി, നരസിംഹസ്വാമി, അങ്ങനെ ഏത് രൂപഭാവത്തിലുള്ള ക്ഷേത്രമാണ് എന്നുണ്ടെങ്കിലും അവിടെ ആയാലും പോയി ഇത്തരത്തിൽ തുളസിമാലയും ഭഗവാന് നെയ്വിളക്കം തെളിയിക്കുക. ഏറ്റവും മംഗളമായി കിട്ടുന്ന ദിവസങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ്. പൂയംകാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങളുടെ കാലമാണ് 1200 എന്ന് പറയുന്നത്. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും. IT, കല, സാംസ്കാരികം, റിയൽ എസ്റ്റേറ്റ്, രാഷ്ട്രീയം, പൊതുപ്രവർത്തനം ഈ മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നവർ അംഗീകരിക്കപ്പെടും. അവരെല്ലാം ഉയരങ്ങൾ കീഴടക്കുന്ന ഒരു സമയമാണ് വന്നു ചേരാൻ പോകുന്നത്. വിദ്യാവിജയം, സന്താനയോഗം, വിവാഹയോഗം, കർമ്മവിജയം ഇതെല്ലാം നേടും. ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും. ഏത് കാര്യം മനസ്സിൽ ആഗ്രഹിച്ച് കഠിനാധ്വാനം ചെയ്താലും ആ ഭാഗ്യം പൂയംകാരെ തേടി വരുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ദീർഘകാലത്തെ സ്വപ്നം പൂവണിയുന്ന ദിവസങ്ങളാണ് പൂയം നക്ഷത്രത്തിന് വന്നു ചേരാൻ പോകുന്നത്. പൂയം നക്ഷത്രക്കാർ ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തി പ്രാർത്ഥിക്കുക. ശിവൻ എല്ലാ മാസവും ജലധാര നടത്താൻ മറന്നു പോകരുത്. ജലധാരയും കൂവളമാലയും എല്ലാ മാസം തോറും ശിവന് ചെയ്തു നോക്കൂ. അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്ക് വന്നു ചേരും. എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാൻ പോകുന്ന, ഉയരങ്ങൾ കീഴടക്കാൻ പോകുന്ന ഒരു വർഷമായി 1200 പൂയം നക്ഷത്രത്തിന് വന്നു ഭവിക്കുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ്. ആയില്യംകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വർഷം 1200 പിറക്കുന്നതോടുകൂടി വിജയങ്ങൾ ഒരുപാട് വന്നു ചേരും എന്നുള്ളതാണ്. ഒരുപാട് കാലമായിട്ട് മുടങ്ങിക്കിടക്കുന്ന, അല്ലെങ്കിൽ പ്രയത്നിച്ചിട്ടും തീരാതെ കിടക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായി മാറുന്നതായിരിക്കും. വീട് പണിയൊക്കെ നടക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. പ്രശംസ, അംഗീകാരം, അവാർഡ്, സമൂഹത്തിൻ്റെ മുൻപന്തിയിലെത്താനുള്ള അവസരം ഇതൊക്കെ ആയില്യംകാരെ തേടി വരും. ആരോഗ്യകാര്യം ഒന്ന് പ്രത്യേകം ആയില്യംകാർ ശ്രദ്ധിച്ചേക്കുക. ആ ഒരു കാര്യം മാത്രമാണ് ഇവർ കുറച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇതിനിടയിൽ ആരോഗ്യം വിട്ടുകളയരുത്. ചെറിയ വയ്യായ്മ പോലും ഉണ്ടെങ്കിൽ ആശുപത്രിയിൽ പോയി ചികിത്സ തേടി സമയാസമയത്ത് ചികിത്സിച്ച് മാറ്റുക. സൂചി കൊണ്ട് എടുക്കേണ്ടത് തുമ്പ കൊണ്ട് എടുക്കേണ്ടി വരരുത്. അതുകൊണ്ടാണ് പറയുന്നത്. കാർഷിക രംഗത്ത്, ബിസിനസ് രംഗത്തൊക്കെ ഇരട്ടി ലാഭം, ഇരട്ടി നേട്ടം കൊയ്യാൻ പോകുന്ന നക്ഷത്രമായി ആയില്യം മാറും. പുതിയ കാര്യങ്ങൾ, പുതിയ സംരംഭങ്ങൾ, പുതിയ ചില ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയില്യം ഇപ്പോൾ ചെയ്തുകൊള്ളൂ. ഇതിനേക്കാൾ നല്ലൊരു സമയമില്ല. ഇപ്പോഴെന്ന് ഉദ്ദേശിച്ചത് ചിങ്ങം പിറന്നു കഴിഞ്ഞ് ചെയ്യുന്നത് ഏറ്റവും കെങ്കേമമായിരിക്കും. എല്ലാം കൊണ്ടും നന്നായി വരും ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത്. ആയില്യംകാർ ശിവന് ജലധാര നടത്തുക, എല്ലാ മാസവും കൂവളമാല സമർപ്പിക്കുക, നാഗദൈവങ്ങൾക്ക് മഞ്ഞൾ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുക. എല്ലാം കൊണ്ടും നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഈ ഒരു വർഷം എന്ന് പറയുന്നത്, 1200 എന്ന് പറയുന്നത്. എന്നാൽ ആ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നത് നിലനിൽക്കെ തന്നെ വരവിൽ കൂടുതൽ ചിലവുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് നല്ല വരവുണ്ട്, ധനമുണ്ട് എന്ന് കരുതി ഉഴപ്പരുത്. പൈസയൊക്കെ സ്വരുക്കൂട്ടി വയ്ക്കുക, പണമൊക്കെ സൂക്ഷിച്ച് വയ്ക്കുക. വരവിൽ കൂടുതൽ അനാവശ്യ ചിലവുകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകും, അതിൽ സംശയമില്ല. പക്ഷേ അത് സമ്പാദ്യമായി തീരുമോ എന്നുള്ള കാര്യം സംശയമാണ്. തൊഴിലിടത്തിൽ ശത്രുദോഷം, ചില കലഹങ്ങൾ, ചില മനപ്രയാസങ്ങൾ അതുമൂലമൊക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ തൊഴിലിടത്തിൽ പല കാര്യങ്ങളിലും ഇടപഴകുന്ന സമയത്ത്
ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുക. ചില വ്യക്തികളിൽ നിന്നുള്ള ചില രീതിയിലുള്ള മനപ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊണ്ടുള്ള ചില ദോഷങ്ങൾ, ഇതൊക്കെ വന്നു ചേരാനുള്ള സാധ്യത മകം നക്ഷത്രത്തിന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വിവാഹം, സന്താനയോഗം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ചിലപ്പം കാലതാമസം നേരിടേണ്ടി വരാം എന്നുള്ളതാണ്. പഠിക്കുന്ന മക്കളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിദ്യാരംഗത്ത് ചിലപ്പോൾ ഒന്ന് ഉഴപ്പാനായിട്ട്, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് പോകാനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പം മക്കളൊക്കെയുള്ള അച്ഛനമ്മമാരൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നന്നായിരിക്കുന്ന ഒരു കാര്യമാണ്. ആരോഗ്യകാര്യം പൊതുവേ നന്നായിരിക്കുമെങ്കിലും ഈ ഒരു വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് വരുന്ന സമയത്ത് ചെറിയ വയ്യായ്മകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറുതിലേ തന്നെ ചെറിയ വയ്യായ്മ കണ്ടാൽ തന്നെ വേണ്ട രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ എടുക്കുക, എല്ലാം ചെയ്ത് മുന്നോട്ട് പോവുക. മകം നക്ഷത്രത്തിന് മൊത്തത്തിൽ ഈ ഒരു വർഷം നോക്കുന്ന സമയത്ത് ഒരുപാട് ഗുണഫലങ്ങളെന്ന് പറയാനില്ല. സാമ്പത്തിക ഉയർച്ച ഉണ്ട്, എന്നിരുന്നാലും അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പറ്റാതെ ഉഴപ്പിക്കളയാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. പ്രത്യേകം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, വീട്ടിനടുത്ത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ പോയി ഭഗവാന് എല്ലാ മാസവും മുടങ്ങാതെ പഞ്ചാമൃതാഭിഷേകം നടത്തുക. എല്ലാ മാസവും ഒരു നിശ്ചിത തീയതി വെച്ച് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എവിടെയുണ്ടോ തേടി പിടിച്ചു പോയി അവിടെ പഞ്ചാമൃതാഭിഷേകം മാസാമാസം നടത്തുക. അത് ചെയ്താൽ തന്നെ എല്ലാ ദോഷങ്ങളും മാറി നിൽക്കും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ കുറേ കാര്യങ്ങൾ, അതെല്ലാം മാറി നിൽക്കാനായിട്ട് ഒറ്റമൂലി പരിഹാരമാണ് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഡെയിലി വിളക്ക് വെച്ച് ഓം വജത് ഭുവേ നമ 108 തവണ ജപിക്കുക. മംഗളമായി വരും മകം നക്ഷത്രം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരംകാർക്ക് ഇത് വിജയത്തിൻ്റെ സമയമാണ്. പൊടിപൂരം എന്നൊക്കെ പറയത്തക്ക രീതിയിലുള്ള സമയമാണ് പൂരം നക്ഷത്രത്തിന്. കാര്യവിജയം, തൊഴിൽ വിജയം, കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് യശസ്, കീർത്തി, പ്രശസ്തി ഇതൊക്കെ വർദ്ധിക്കുന്ന സമയം. പക്ഷേ കുടുംബജീവിതത്തെ ഓർത്തുള്ള ആശങ്ക ഇവർക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മക്കളെ ഓർത്ത്, ചിലപ്പം കുടുംബത്തിലെ ഏതെങ്കിലും കാര്യത്തെ ഓർത്ത്, ചെയ്യാൻ ഏറ്റെടുത്തിരിക്കുന്ന ഏതെങ്കിലും ഉത്തരവാദിത്വത്തെ ഓർത്തൊക്കെയുള്ള ആശങ്ക പൂരം നക്ഷത്രക്കാർക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എല്ലാത്തിൻ്റെ ഒടുവിൽ വിജയിച്ച് കയറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളൂ. വിലപിടിപ്പുള്ള പല വസ്തുക്കളും സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പൂരം നക്ഷത്രത്തിന്. വീട്, വാഹനം, സ്വർണ്ണാഭരണം, വസ്തുവകകൾ ഇതൊക്കെ വാങ്ങിക്കാനുള്ള യോഗം, അല്ലെങ്കിൽ ഇതൊക്കെ നേടാനുള്ള യോഗം പൂരത്തിന് കാണുന്നുണ്ട്. വിദേശവാസ യോഗം, വിദേശത്ത് യാത്ര ചെയ്യാൻ, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം, അവിടെ സെറ്റിലാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം, ഇതൊക്കെ തെളിയുന്ന സമയമാണ് പൂരം നക്ഷത്രത്തിന്. പ്രണയസാഫല്യം ഉണ്ടാകും. പ്രണയിക്കുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പൂരംകാർക്ക് പ്രണയസാഫല്യം ഉണ്ടാകും. വിവാഹ യോഗം കാണുന്നുണ്ട്. വിവാഹമൊക്കെ കഴിക്കാനായിട്ട് വധൂവരന്മാർ തേടുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വിവാഹത്തിനുള്ള ഒരു സമയം കൂടിയാണ് ഈ 1200 ആണ്ട് എന്ന് പറയുന്നത്. എല്ലാം കൊണ്ടും നന്നായി വരും പൂരം നക്ഷത്രം എന്ന് പറയുന്നത്. ആശങ്കകളൊക്കെ ഒരു കാര്യമില്ലാത്തതാണ്. അതിനെല്ലാം ഒടുവിൽ നിങ്ങൾ വിജയിച്ച് കയറുക തന്നെ ചെയ്യും. പൊടിപൂരമായി മാറും പൂരം എന്ന് പറയുന്നത്. ശിവന് ജലധാര എല്ലാ മാസവും മുടങ്ങാതെ നടത്തുക. ഗണപതി അമ്പലം, അല്ലെങ്കിൽ ഗണപതി പ്രതിഷ്ഠയുള്ള അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒറ്റനാളികേരം ഭഗവാൻ ഉടച്ച് എല്ലാ മാസവും ഭഗവാനെ ഒന്ന് പ്രത്യേകം പ്രസാദിപ്പിച്ച് തൊഴുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും എന്നുള്ളതാണ്. അപ്പം അതാണ് പൂരം നക്ഷത്രം. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രംകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലിൽ, കർമ്മമേഖലയിൽ പ്രമോഷൻ അല്ലെങ്കിൽ പ്രമോഷന് തുല്യമായ നേട്ടങ്ങൾ കൊയ്യുന്ന ഒരു വർഷമായിട്ടായിരിക്കും ഈ വർഷം മാറുന്നത്. ഏത് കർമ്മമേഖലയെ പ്രവർത്തിച്ചാലും, പ്രമോഷൻ ഉള്ളതാണെങ്കിൽ പ്രമോഷൻ, അല്ലെങ്കിൽ ആ പ്രമോഷന് തുല്യമായിട്ട് എന്താണോ, നമുക്കൊരു സ്ഥാനമാണോ അല്ലെങ്കിൽ ധനമാണോ എന്താണോ ആ കർമ്മ മേഖലയിൽ നിന്ന് നിങ്ങളത് നേടിയെടുക്കും. നിങ്ങൾക്കതിനുള്ള യോഗം കാണുന്നുണ്ട്. ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നേട്ടം, ഒരു പ്രമോഷന് തുല്യമായ നേട്ടം നിങ്ങൾക്ക് ആ ബിസിനസ്സിലൂടെ വന്നു ചേരുന്നതായിരിക്കും. കാര്യവിജയം ഉണ്ടാകും, വിദ്യാവിജയം ഉണ്ടാകും. പഠിക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ല സമയമാണ്. ഉദ്ദിഷ്ടകാര്യസിദ്ധി, സ്വപ്ന സാക്ഷാത്കാരം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഏത് കാര്യം സ്വപ്നം കണ്ട് ജീവിക്കുന്നോ, അല്ലെങ്കിൽ സ്വപ്നം കണ്ട് പ്രയത്നിച്ച് മുന്നോട്ട് പോകുന്നോ, അതൊക്കെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടും. നിങ്ങളുടെ കാൽച്ചുവട്ടിൽ അത് ലഭിക്കും എന്നുള്ളതാണ്. പുതിയ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എല്ലാം മംഗളമായിട്ട് വരും. ഭാഗ്യത്തിൻ്റെ തുണ നിങ്ങൾക്കുണ്ടാവും. ഭാഗ്യദേവത നിങ്ങളോടൊപ്പം ഉണ്ടാവും. ലോട്ടറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പോലും അടിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ ഉത്തരം എല്ലാം കൊണ്ടും
നേട്ടങ്ങളുടെ ഒരു വർഷമായിട്ടാണ് കാണുന്നത്. എല്ലാം മംഗളമായിട്ട് വരും ഉത്രം നക്ഷത്രം എന്നുള്ളതാണ്. ഉത്രംകാർ ശിവൻ എല്ലാ മാസം തോറും ജലധാര നടത്തുക, ഭദ്രകാളി അമ്മയ്ക്ക് കടും പായസവും നടത്തി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേരം തെളിയാൻ പോവുകയാണ്. ഒരുപാട് കാലമായിട്ട് അത്തംകാർ കിടന്ന് ഇനി അനുഭവിക്കാനൊന്നുമില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അതിനൊക്കെ മാറ്റം ഉണ്ടാകും. അത്തംകാർക്ക് നേരം തെളിയുകയാണ്. പേര്, പ്രശസ്തി, ഉയർച്ച ഒക്കെ വരും കാലങ്ങളിൽ ഇവർക്ക് വന്നു ചേരും. പ്രത്യേകിച്ചും ഈ 1200 ആണ്ടിൽ ഒരുപാട് രീതിയിലുള്ള അനുഗ്രഹങ്ങൾ ഇവർക്ക് ലഭിക്കുന്ന ഒരു സമയമാണ്. കാര്യവിജയം, തൊഴിൽ അഭിവൃദ്ധി, പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാൽ അത് അനുകൂലമായിട്ട് വരും. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ നടന്നു കിട്ടും. അതൊക്കെ ആ മുടക്കൊക്കെ മാറി പൂർത്തീകരിക്കാൻ സാധിക്കും. സ്വപ്നം കണ്ടിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ നടന്നു കിട്ടും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയം, ഉപരിപഠനത്തിന് ആഗ്രഹിച്ച രീതിയിലുള്ള അവസരം, വീട് മോടി പിടിപ്പിക്കാനുള്ള അവസരം, ഇതൊക്കെ ജീവിതത്തിൽ കൈവരുന്ന സമയമാണ് അത്തം നക്ഷത്രത്തിന്. അത്തംകാർ വീട്, വാഹനം, വസ്തു, സ്വർണ്ണാഭരണങ്ങൾ, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഇതൊക്കെ സ്വന്തമാക്കാനുള്ള യോഗം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എല്ലാം നന്നായി വരും അത്തം നക്ഷത്രം എന്ന് പറയുന്നത്. അത്തംകാർ വീട്ടിനടുത്ത് മഹാവിഷ്ണു ക്ഷേത്രമോ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമോ ഉണ്ട്, അവിടെ പോയി എല്ലാ മാസവും നെയ്വിളക്കും തുളസിമാലയും കൊടുത്ത് പ്രാർത്ഥിക്കുക. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഭദ്രകാളി അമ്പലം ഉണ്ടെങ്കിൽ അവിടെയും പോയെന്ന് തൊഴുക. എല്ലാം നന്നായി വരുന്നതായിരിക്കും അത്തം നക്ഷത്രം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിര നക്ഷത്രമാണ്. ചിത്തിരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കുടുംബജീവിതത്തിൽ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങൾ കടന്നു വരുന്ന ഒരു വർഷമായിരിക്കും. ചില മംഗളകാര്യങ്ങൾക്കൊക്കെ ഇവരുടെ വീട് അല്ലെങ്കിൽ ഇവരുടെ കുടുംബം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന ഒരു വർഷമായി 1200 ആണ്ട് മാറുന്നതായിരിക്കും. സന്താന സൗഖ്യം, സന്താനങ്ങളെ ഓർത്തുള്ള അഭിമാനം, സന്താനങ്ങൾ കൊണ്ടുവരുന്ന സന്തോഷ വാർത്ത, ഇതൊക്കെ ചിത്തിരക്കാർക്ക് അനുഭവിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. അതുകൊണ്ട് മക്കളെ ഓർത്തൊക്കെ എന്തെങ്കിലും വ്യാകുലതയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം മാറ്റിവെക്കാം. കുഞ്ഞുങ്ങളെ ഓർത്ത് അഭിമാനിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വന്നു ചേരും. പക്ഷേ സാമ്പത്തിക രംഗം അത്ര അനുകൂലമായിട്ടല്ല കാണുന്നത് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങൾ വരാം, ചില കടങ്ങൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്, ധനം അല്ലെങ്കിൽ ധനം റോൾ ചെയ്തിട്ടുള്ള ചില ബിസിനസ്സുകൾ, ഇതൊക്കെ ചെയ്യുന്നവർക്ക് നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കൃഷി അല്ലെങ്കിൽ ഈ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ, ചില പൈസ ഇറക്കി ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്നും നമ്മൾ പ്രതീക്ഷിച്ച റിട്ടേൺസ് നമുക്ക് കൊണ്ടുവരാത്ത ഒരവസ്ഥയും വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലവുകൾ പൊതുവെ വർദ്ധിക്കും. വസ്തു വിൽപ്പനയ്ക്കൊക്കെ ശ്രമിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ അത് ഒരുപാട് ധൃതി പിടിച്ചൊന്നും ചെയ്യരുത്. പലപ്പോഴും വസ്തു വിൽപ്പന അങ്ങനെയുള്ള വ്യവഹാരങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് വസ്തു വിൽപ്പനയ്ക്കൊക്കെ ശ്രമിക്കുന്ന ചിത്രക്കാരുണ്ടെങ്കിൽ ധൃതിപ്പെടരുത് എന്നുള്ളത് സാരം. തൊഴിൽ രംഗത്ത് ഈ തൊഴിൽ മാറാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോൾ ഒരിടത്ത് ജോലി ചെയ്യുകയാണ്, എനിക്ക് മറ്റൊരു ജോലിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഇത് അതിന് ഉചിതമായിട്ടുള്ള സമയമല്ല. വരുന്ന ഒരു വർഷക്കാലം കഴിയുന്നതും വേറൊരു ജോലി കിട്ടി മാറുന്നത് വരെ ജോലിയൊന്നും ചാടിക്കയറി റിസൈൻ ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. അത്ര ഗുണകരമല്ലാത്ത ഒരു സമയമാണ്. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കേസ്, കോടതി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇടപഴകുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും ചിത്തിര നക്ഷത്രം. ചിത്തിരക്കാർ ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി എല്ലാ മാസവും നടത്തുന്നതും ഏറ്റവും നന്നായിരിക്കും. നേരത്തെ പറഞ്ഞ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറി നിൽക്കാനും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ് എല്ലാ മലയാള മാസവും ചിത്തിരക്കാർ ശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും നടത്തുന്നത് കെങ്കേമമായിരിക്കും എന്നുള്ളതാണ്. അതിനൊരു മാറ്റമുണ്ടാകും. അടുത്ത നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതിക്കാരെ സംബന്ധിച്ചിടത്തോളം വരവിൽ കൂടുതൽ ചിലവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ധനനഷ്ടം വരും, കടം വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ശത്രുശല്യം, ശത്രുദോഷമൊക്കെ വരാനുള്ള സാധ്യത, ചില ശത്രുക്കളെ കൊണ്ട് പൊറുതി മുട്ടുന്ന ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അത്തരത്തിൽ ചില പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാര്യതടസ്സം, പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചാലും ഒന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ പാതി വഴിയിൽ ഇട്ടിട്ട് പോരേണ്ടി വരുന്ന ഒരവസ്ഥ, പാതി വഴിയിൽ മുടങ്ങിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ വരാൻ സാധ്യതയുണ്ട്. വിവാഹം, സന്താനയോഗമൊക്കെ ശ്രമിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വൈകും. വീട് പണിയൊക്കെ നടക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ച സമയത്ത് തീരുന്ന ലക്ഷണം കാണുന്നില്ല.
വൈകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. കുടുംബ ജീവിതത്തിലും ചില അസ്വാരസ്യങ്ങൾ, ചില വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നത്, ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. ചോതി നക്ഷത്രക്കാർ പൊതുവെ കുടുംബ ജീവിതത്തിൽ ഒരു എക്സ്ട്രാ ശ്രദ്ധ കൊടുക്കുന്നത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളതാണ്. വളരെ ശുഭകരമല്ലാത്ത ഒരു ഫലമാണ് പൊതുവെ ചോതി നക്ഷത്രത്തിന് 1200 ആണ്ടിൽ കാണുന്നത്. ഇതിന് മാറ്റമുണ്ടാകണമെന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു ഭഗവാന്റെ അമ്പലത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയാലും മതി, എല്ലാ മാസവും നെയ്വിളക്ക് തെളിയിക്കുക. നിങ്ങളുടെ പേരിൽ നെയ്വിളക്ക് തെളിയിച്ച് എല്ലാ മാസവും, മലയാള മാസം 1 ചെയ്യാമെങ്കിൽ അങ്ങനെ, ആദ്യത്തെ വ്യാഴാഴ്ച ആണെങ്കിൽ അങ്ങനെ, ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ച് ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഭഗവാനെ അങ്ങനെ പ്രാർത്ഥിച്ച് ഒരു തുളസിമാലയും കൂടെ ചേർത്താവുന്നുണ്ടെങ്കിൽ എല്ലാം നന്നായി വരും, ഒരു ദോഷവും ഏൽക്കില്ല എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖംകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് യാത്ര ചെയ്യാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട്. പുണ്യസ്ഥലങ്ങൾ, ദീർഘദൂരങ്ങൾ, ഒരുപാട് സന്തോഷം നൽകുന്ന യാത്രകൾ, ഇതൊക്കെ ചെയ്യാനുള്ള യോഗം കാണുന്ന ഒരു വർഷമാണ് 1200 ആണ്ട്. ഒരുപാട് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയം നേടാൻ പോകുന്ന ഒരു നക്ഷത്രമായിരിക്കും വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഇവരെ വഴിമുടക്കി വരും. അതിനെയൊക്കെ ഇവർ തരണം ചെയ്ത് വിജയിച്ച് കയറുക തന്നെ ചെയ്യും, യാതൊരു സംശയവും വേണ്ട. കർമ്മ മേഖലയിൽ നിന്ന് പ്രശസ്തി, പ്രശംസ, അംഗീകാരം, ഇതൊക്കെ നേടാനുള്ള സാധ്യത കാണുന്നുണ്ട്. തൊഴിൽ, ജോലി, അല്ലെങ്കിൽ ഇവർ ഏർപ്പെടുന്ന കർമ്മ മേഖല, ഇതിൽ നിന്നൊക്കെ അംഗീകാരങ്ങൾ ഇവരെ തേടിയെത്തുന്നതായിരിക്കും. കല, കായികം, പൊതുപ്രവർത്തനം, സാംസ്കാരികം, ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇവർ പോലും അറിയാതെ പല കാര്യങ്ങളും ഇവരെ തേടിയെത്തുന്ന സമയമാണ്. വീട്, വസ്തു, സ്വർണം, വാഹനം, ഇതൊക്കെ വിലപിടിപ്പുകളൊക്കെ സ്വന്തമാക്കാനുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്വന്തമാക്കാനുള്ള യോഗം ഇവർക്ക് തെളിഞ്ഞു വരും. അതിനുള്ള വഴി ഇവർക്ക് തെളിഞ്ഞു വരുന്ന സമയമാണ്. എല്ലാം കൊണ്ടും 1200 ആണ്ട് സർവ്വ ഐശ്വര്യദായകമായി മാറുന്ന നക്ഷത്രമായി വിശാഖം നക്ഷത്രം മാറുന്നതായിരിക്കും. വിശാഖംകാർ ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് സഹസ്രനാമാർച്ചന നടത്തി ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇത് മാസാമാസം ചെയ്യാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ശാസ്താക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി നീരാഞ്ജനം തെളിയിക്കുക. ശ്രീകൃഷ്ണസ്വാമിക്ക് സഹസ്രനാമാർച്ചന എല്ലാ മാസവും മുടങ്ങാതെ ചെയ്യുക. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴംകാരെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലത്തെ സ്വപ്നം പൂവണിയാൻ പോകുന്ന ഒരു വർഷമാണ് 1200 ആണ്ട്. ഒരുപാട് കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നം ഇവർക്ക് നടന്നു കിട്ടും. തൊഴിൽ രംഗത്ത് ഉയർച്ച നേടാൻ സാധിക്കും. ഇഷ്ട തൊഴിൽ ലഭിക്കും. വിവാഹയോഗം, സന്താനയോഗം, പ്രേമസാഫല്യം, ഇതൊക്കെ കാണുന്ന ഒരു സമയമാണ്. ഏത് കാര്യം ആഗ്രഹിച്ചാലും ഇവർക്കതെല്ലാം കൺമുന്നിൽ തെളിഞ്ഞു വരുന്ന, അതിനെല്ലാം നേടാൻ യോഗമുള്ള സമയമാണ്. ഈ ഒരു വർഷം സൗഭാഗ്യത്തിൻ്റെതായി മാറും അനിഴം നക്ഷത്രത്തിന്. കുടുംബജീവിതത്തിൽ ചില മംഗളകാര്യങ്ങൾക്കൊക്കെ സാക്ഷിയാകാൻ അനിഴംകാർക്ക് സാധിക്കുന്നതാണ്. ധനപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാകും. കടം കൊടുത്തിട്ടുള്ള പണമൊക്കെ കിട്ടാൻ മുടങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കിട്ടും. മുടങ്ങിക്കിടന്ന പണം ഇവരിൽ വന്നു ചേരുന്നതായിരിക്കും. അതായത് എന്തെങ്കിലുമൊക്കെ രീതിയിൽ കിട്ടാനായിട്ട് മുടങ്ങിക്കിടക്കുകയോ തടഞ്ഞു വയ്ക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിച്ചിട്ട് തിരിച്ചു തരാതിരിക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടുന്ന ഒരു സമയമായിരിക്കും. മുടങ്ങിക്കിടന്ന പണങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യത കാണുന്നുണ്ട്. ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും. പേരും പ്രശസ്തിയും അംഗീകാരവും തേടി വരും. ആരോഗ്യ സൗഖ്യം, അതായത് രോഗ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം ഉണ്ടാകും. രോഗത്തിൽ നിന്ന് മോചനമൊക്കെ ഉണ്ടാകും. ആരോഗ്യ സൗഖ്യം ഇവർക്ക് വന്നു ചേരുന്ന സമയം കൂടിയായിരിക്കും. ഭദ്രകാളി അമ്മയുടെ അമ്പലം ഉണ്ട് വീട്ടിനടുത്ത് നിന്നുണ്ടെങ്കിൽ കാളി സൂക്ത പുഷ്പാഞ്ജലി എല്ലാ മാസവും നടത്തി ഭദ്രകാളി അമ്മയെ തൊഴുക. എല്ലാം മംഗളമായി വരും. പറ്റുമെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസാമാസം ഒരു പാൽപ്പായസവും കൂടെ കഴിപ്പിക്കാമെങ്കിൽ എല്ലാം കെങ്കേമമാകും. നമ്മൾ പ്രതീക്ഷിച്ചതിലും വലിയ വിജയങ്ങളായിരിക്കും അനിഴംകാരെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായിട്ടുള്ള ഒരു വർഷമാണ് വന്നു ചേരാൻ പോകുന്നത്. ഇവരുടെ സാമ്പത്തിക രംഗം വളരെ മെച്ചപ്പെടുന്ന ഒരു വർഷമായിട്ടാണ് 1200 ആണ്ട് കാണുന്നത്. ഇവരുടെ സാമ്പത്തിക രംഗം മെച്ചപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് ധനവരവ് വർദ്ധിക്കും. ധനം നേടാനുള്ള പുതിയ വഴികൾ ഇവരുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്ന ഒരു വർഷമായിട്ടാണ് ഈ വർഷം മാറുന്നത്. കുടുംബത്തിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും. മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ ഉതകുന്ന ചില മുഹൂർത്തങ്ങൾ കടന്നു വരും. ആരോഗ്യകാര്യം മെച്ചപ്പെടും. എന്തെങ്കിലുമൊക്കെ രോഗദുരിതങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആരോഗ്യപരമായിട്ടും നേട്ടങ്ങളൊക്കെ, രോഗശാന്തിയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്.
പുതിയ കാര്യങ്ങളൊക്കെ ഇറങ്ങിത്തിരിക്കുകയും അവ വിജയിച്ച് കയറുന്നതായിട്ടും കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളൂ. ചിങ്ങം കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച പുതിയ കാര്യങ്ങളിൽ നിന്ന് വന്നു ചേരുന്നതായിരിക്കും. അതുപോലെ ശത്രുനാശം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ശത്രുക്കളുടെയൊക്കെ ഭാഗത്തുനിന്ന് വർഷങ്ങളായിട്ടുള്ള ദുരിതം, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുക്കളുടെയൊക്കെ ഒരു പതനം, അല്ലെങ്കിൽ അവരുടെയൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുള്ള ഒരു പോക്ക് കാണാൻ സാധിക്കുന്ന സമയമാണ്. ശത്രുക്കളുടെയൊക്കെ ഉപദ്രവം നമ്മളിൽ നിന്ന് തീരുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ ഒരു കൊല്ലം എന്ന് പറയുന്നത്. പ്രണയിക്കുന്നവർക്ക് പ്രണയസാഫല്യം ഉണ്ടാകും, വിവാഹ യോഗമുണ്ടാകും, സന്താന യോഗമുണ്ടാകും. ഇതിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാലമായിട്ട് കാത്തിരിക്കുന്നവർക്ക്, സന്താന യോഗത്തിന് വേണ്ടിയിട്ടും പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ കാത്തിരിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഭദ്രകാളി അമ്മയുടെ ഒരു അനുഗ്രഹം ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് എല്ലാ മാസവും നിങ്ങൾക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ശമ്പളം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജോലി ചെയ്ത് നിശ്ചിത തീയതിയിൽ നിങ്ങൾക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളി അമ്മയ്ക്ക് കാണിക്ക സമർപ്പിച്ച് പറ്റിയാൽ ഒരു രക്തപുഷ്പാഞ്ജലി നടത്തി ഭദ്രകാളി അമ്മയെ പ്രത്യേകം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിജയത്തിൻ്റെ മാറ്റുകൂടും, എല്ലാം കൊണ്ടും മംഗളമായി തീരും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മൂലം നക്ഷത്രമാണ്. മൂലംകാരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ രംഗത്ത് ചില ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള ശല്യം കൂടുന്ന ഒരു വർഷമായിട്ടാണ് പൊതുവേ കാണുന്നത്. അതുമൂലം ചില പ്രയാസങ്ങൾ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ചില വ്യക്തികൾ, അല്ലെ ഒരു കൂട്ടം വ്യക്തികൾ, ഇവരുടെയൊക്കെ ഭാഗത്തുനിന്ന് നമുക്കുണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ, നമുക്ക് വന്നു ചേരുന്ന ചില ബുദ്ധിമുട്ടുകൾ കർമ്മ മേഖലയിൽ, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കലാകായിക സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ നേട്ടമുണ്ടാകും, എങ്കിലും ശത്രുക്കൾ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാവും, പക്ഷേ ആ നേട്ടങ്ങൾ ഉണ്ടാവുന്നതിനോടൊപ്പം തന്നെ ശത്രുക്കളുടെ എണ്ണവും ഭയങ്കരമായിട്ട് കൂടും. ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബിസിനസ്, സ്വയം തൊഴിൽ, പണമിറക്കിയുള്ള ചില തൊഴിലുകൾ, ഇതൊക്കെ വിജയം നേടുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ തൊഴിലൊക്കെ തേടി ഇറങ്ങിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയ തൊഴിലൊക്കെ നോക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ലഭിക്കാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. PSC പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മൂലംകാർക്ക് അനുകൂല സമയമാണ്. PSC ഒക്കെ എഴുതി കയറാനുള്ള സാധ്യത കാണുന്ന ഒരു സമയമാണ്. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പൊടിതട്ടിയെടുത്ത് അതൊക്കെ വിജയിച്ച് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പഴയ കാര്യങ്ങൾ ചെയ്യാതെ മുടങ്ങിക്കിടന്ന് പാതി വഴിക്കൊക്കെ നിർത്തിയതുണ്ടെങ്കിൽ, പഠനമാകാം, അല്ലെങ്കിൽ വീട് നിർമ്മാണമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതാകാം, ഒരു പ്രവൃത്തിയാകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പൊടിതട്ടിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകൂ. അനുകൂല ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. കടങ്ങളൊക്കെ തീരും, സമ്പാദ്യമൊക്കെ അത്യാവശ്യം ഉണ്ടാകുന്ന ഒരു സമയമാണ്. ശത്രുദോഷം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നന്നായി വരുന്ന ഒരു സമയമാണ് മൂലം നക്ഷത്രത്തിന് എന്ന് പറയുന്നത്. ഈ ഒരു മൂലം നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ശിവഭഗവാനെ എല്ലാ മാസവും പ്രാർത്ഥിക്കുക. കൂവളമാല സമർപ്പിച്ച് ശിവഭഗവാന് ജലധാര നടത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഭഗവാന് ജലധാരയും കൂവളമാലയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിപാട്. എല്ലാ മാസവും, തുടർന്നുള്ള എല്ലാ മാസവും ഇത് ചെയ്യാവുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉയർന്നു വരും, കെങ്കേമമായിരിക്കും ഫലം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടംകാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങൾ ഒരല്പം ശ്രദ്ധിക്കണം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കേണ്ട സമയമാണ്. മൊത്തത്തിൽ ഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പൂരാടത്തിന് അത്ര ശുഭകരമല്ല എന്ന് പറയാം. ധനനഷ്ടം, കുടുംബകലഹം, അതുമൂലം ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. കടം വാങ്ങുന്നതൊക്കെ കഴിയുന്നതും കുറയ്ക്കുക. കാരണം കടം വീട്ടാനായിട്ട് വളരെയധികം പാടുപെടേണ്ട ഒരവസ്ഥ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എടുത്തുചാട്ടവും കോപവും ഒന്നിനും പരിഹാരമല്ല. പലപ്പോഴും ഈ എടുത്തുചാട്ടവും കോപവും കാരണം പല പ്രശ്നങ്ങളും പൂരാടംകാർ ജീവിതത്തിൽ വിളിച്ചു വരുത്തുന്ന ഒരു സമയം കാണുന്നുണ്ട്. അതുകൊണ്ട് എടുത്തുചാട്ടം, സ്വഭാവത്തിൽ കുറച്ച് നിയന്ത്രണം, ഇതൊക്കെ ഏർപ്പെടുത്തുന്നത് പൂരാടംകാർക്ക് പൊതുവെ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്ന കാര്യം എന്നുള്ളത്. തൊഴിൽ രംഗത്ത് ചില തിരിച്ചടികൾ, ചില പഴി കേൾക്കേണ്ടി വരുന്ന അവസ്ഥ, ചില വ്യക്തികളെ കൊണ്ടുണ്ടാവുന്ന ചില ഉപദ്രവങ്ങൾ, ഇതൊക്കെ വരാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തൊഴിൽ രംഗത്തും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വളരെ കെയർഫുള്ളായിട്ട് വാക്കുകളും നോക്കും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉചിതം എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമാർച്ചന എന്നൊരർച്ചനയുണ്ട്. അതായത് സഹസ്രനാമാർച്ചന
വിഷ്ണു അമ്പലത്തിൽ ചെയ്യുന്നതാണ്. ആ വിഷ്ണു സഹസ്രനാമാർച്ചന അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ നടത്തിയാൽ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും. ഇതിനൊക്കെ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകും. ഭദ്രകാളി അമ്മയ്ക്ക് രക്തപുഷ്പാഞ്ജലിയും കൂടെ എല്ലാ മാസവും നടത്താമെങ്കിൽ മറ്റ് ശത്രുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നവും ഒഴിഞ്ഞു നിൽക്കും. ഇത് രണ്ടുമാണ് നിങ്ങൾക്കുള്ള പരിഹാരക്രിയ എന്ന് പറയുന്നത്. വിഷ്ണു സഹസ്രനാമാർച്ചന വിഷ്ണു ക്ഷേത്രത്തിൽ, ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി, എല്ലാം മാറി നിൽക്കുന്ന ഈ ദോഷങ്ങളൊക്കെ മാറുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ഉത്രാടംകാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മംഗളകാര്യങ്ങൾക്ക് ഇവർക്ക് സാക്ഷ്യം വഹിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ഇവരുടെ വീട്ടിൽ, ഇവരുടെ കുടുംബത്തിലൊക്കെ അത്തരത്തിൽ ഒന്നിലധികം മംഗളകാര്യങ്ങൾ നടക്കുന്നതായിട്ട്, ഒന്നിലധികം മംഗളകാര്യങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം ഉത്രാടംകാർക്ക് തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. വീട്, വസ്തു, വാഹനം, ആഭരണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇതൊക്കെ സ്വന്തമാക്കാനുള്ള യോഗം ഇവർക്ക് കാണുന്നുണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് നേട്ടം കൊയ്യുന്ന നക്ഷത്രമാണ് ഉത്രാടം എന്ന് പറയുന്നത്. ഏർപ്പെടുന്ന മേഖലയിൽ, കർമ്മ മേഖലയിൽ വിജയമുണ്ടാകും ഇവരെ സംബന്ധിച്ചിടത്തോളം. അതിലൂടെ ഇവർ ഒരുപാട് ധനം സംഹരിക്കും. അതിലൂടെ ഇവർ ഒരുപാട് ഉയരങ്ങൾ നാളേക്കോർത്ത് കീഴടക്കി വെക്കുന്നതുമായിരിക്കും. മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ ഒരുപാട് അവസരം തെളിഞ്ഞു വരുന്നതായിരിക്കും. മക്കളെ ഓർത്ത് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ, ജീവിതത്തിലേക്ക് തന്നെ ഓർത്തിരിക്കുന്ന രീതിയിൽ മുഹൂർത്തങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും. വിവാഹത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ, സന്താനയോഗത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ, പ്രണയസാഫല്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നവർ, ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. എല്ലാം കൊണ്ടും നല്ല ഒരു സമയമാണ് ഉത്രാടം നക്ഷത്രത്തിന് കാണുന്നത്. എങ്കിലും വർഷാവസാനം വരുന്ന സമയത്ത് ആരോഗ്യ കാര്യങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിനിടയിൽ ആരോഗ്യം വിട്ടുകളയരുത്. എല്ലാ സന്തോഷങ്ങളും ഉണ്ട്, ആരോഗ്യം ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോക്കാണ്. അപ്പം ആരോഗ്യം എപ്പോഴും ഒരു പ്രയോറിറ്റി കൊടുത്ത് ശ്രദ്ധിക്കുക. ബാക്കി എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുന്ന ഒരു വർഷമാണ് 1200 ആണ്ടെന്ന് പറയുന്നത്. നിങ്ങൾ ശിവന് ഭസ്മാർച്ചന നടത്തുന്നത് എല്ലാ മാസവും നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ മാറി നിൽക്കാനും എല്ലാം കൂടുതൽ ഭംഗിയാവാനും ഒരു ഭഗവാന്റെ ഒരു കൃപ എപ്പോഴും കൂടെ ഉണ്ടാകാനും സഹായിക്കുന്നതാണ്. അപ്പം ശിവന് എല്ലാ മാസവും ഭസ്മാർച്ചന നടത്തി പ്രാർത്ഥിക്കുക. ദുർഗാദേവിക്ക് ലളിതാ സഹസ്രനാമാർച്ചന നടത്തുന്നതും ഏറ്റവും കെങ്കേമമാണ്. രണ്ടിലേതെങ്കിലും ഒന്ന് നടത്തുക, പറ്റുന്നത് നടത്തുക. ഒന്നുകിൽ ശിവന് ഭസ്മാർച്ചന നടത്തുക, ദുർഗാദേവിക്ക് ലളിതാ സഹസ്രനാമാർച്ചന നടത്തുക. രണ്ടിലേതെങ്കിലും ഒന്ന് നടത്തി എല്ലാ മാസവും പ്രാർത്ഥിക്കുക. നന്നായി വരും ഉത്രാടം നക്ഷത്രം. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണമാണ്. തിരുവോണംകാർക്ക് ഇത് സമയമാറ്റമാണ്. എന്താണ് സമയമാറ്റം? ജീവിതത്തിൽ ഒരുപാട് കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖ ദുരിതങ്ങളിൽ നിന്നൊരു മാറ്റത്തിൻ്റെ സമയമാണ് തിരുവോണത്തിന് വന്നു ചേരുന്നത്. കർമ്മ മേഖലയിൽ, ഏർപ്പെടുന്ന മേഖലയിൽ, തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ അംഗീകാരം, പ്രശംസ, ജനപ്രീതി ഇതൊക്കെ വരും. വിവാഹം, സന്താനയോഗം ഇതൊക്കെ അവസരം കാണുന്ന ഒരു സമയമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തൊട്ടതൊക്കെ പൊന്നാകാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് തിരുവോണം നക്ഷത്രം. ഒരുപാട് കാലമായിട്ട് ഇറങ്ങിത്തിരിച്ചിട്ട് നടക്കാതെ കിടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിക്കണം എന്ന് വിചാരിച്ചിട്ട് മനസ്സിലൊരു സ്റ്റാർട്ടിങ് ട്രബിൾ കാരണം കിടക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് നടത്തിയെടുക്കാനും തുടങ്ങി വെച്ച് അത് മംഗളമായി പൂർത്തീകരിക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് തിരുവോണത്തിന് എന്ന് പറയുന്നത്. PSC, സിവിൽ സർവീസ്, അത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് അനുകൂല റിസൾട്ട് ലഭിക്കും. നല്ല കഠിനാധ്വാനം ചെയ്തോളൂ. ഭാഗ്യം നിങ്ങളോടൊപ്പം ഉണ്ട്. എല്ലാ ഭാഗ്യാനുഭവങ്ങളും നിങ്ങളിൽ ഒത്തുചേരുന്ന ഒരു സമയമായിട്ടായിരിക്കും മാറുന്നത്. ലോട്ടറി പോലും എടുത്താൽ അടിക്കുന്ന സമയമെന്നാണ് കാണുന്നത്. അത്രയും ഭാഗ്യാനുഭവങ്ങൾ നിങ്ങൾക്കുള്ള സമയം. അപ്പം തിരുവോണത്തിന് എല്ലാം കൊണ്ടും കഠിനാധ്വാനവും ഭാഗ്യവും കൂടെ ചേരുമ്പം വലിയ വിജയങ്ങൾ വന്നു ചേരുന്ന സമയമായിട്ടാണ് ഈ ഒരു വർഷം കാണാൻ പോകുന്നത്. അപ്പം ശിവന് കൂവളത്തില കൊണ്ട് സഹസ്രനാമാർച്ചന എല്ലാ മാസവും നടത്തുന്നത് ഏറ്റവും ഗംഭീരമായിരിക്കും തിരുവോണംകാർ. എല്ലാ ഈ പറയുന്ന മലയാള മാസം ആരംഭിക്കുന്ന സമയത്ത് 1-ാം തീയതി അല്ലെങ്കിൽ ആദ്യത്തെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാനെ കണ്ട് തൊഴുത് എല്ലാ നന്ദിയും പറഞ്ഞ് ഭഗവാന് കൂവളത്തില കൊണ്ട് സഹസ്രനാമാർച്ചന നടത്തി ആ പ്രസാദം അണിയുന്നത് ഏറ്റവും നല്ലതായിരിക്കും, ഏറ്റവും ഐശ്വര്യമായിരിക്കും എന്നുള്ളതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിട്ടുള്ള പല കാര്യങ്ങളും ഇവരുടെ കുടുംബജീവിതത്തിൽ നടക്കുന്ന ഒരു സമയമായിട്ടാണ് പൊതുവെ ഈ ഒരു വർഷത്തെ കാണുന്നത്. വിദ്യാഭ്യാസപരമായിട്ട് ഇവർക്ക് പ്രതീക്ഷിച്ച പോലെയുള്ള ഫലങ്ങൾ കിട്ടണമെന്നില്ല. ശാരീരികമായിട്ടുള്ള കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. തൊഴിലിടത്തിൽ കലഹം അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ, തൊഴിൽ തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഇതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. മൊത്തത്തിൽ നോക്കിക്കാണുന്ന സമയത്ത്
അവിട്ടം നക്ഷത്രത്തിന് അത്ര ശുഭകരമല്ലാത്ത ഒരു സമയമാണ് 1200-ാം ആണ്ട് സമ്മാനിക്കുന്നത് എന്ന് പറയുന്നത്. പ്രതിസന്ധികൾ ഒരുപാടുണ്ടാകുന്ന സമയങ്ങളാണ്. പല പ്രതിസന്ധികളെയും വളരെയധികം കഷ്ടപ്പെട്ട് തരണം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് വന്നു ചേരാൻ പോകുന്നത്. പണച്ചിലവൊക്കെ വർദ്ധിക്കും. വരവിനനുസരിച്ച് അതിനേക്കാൾ കൂടുതൽ ചിലവുകൾ വരുന്ന ഒരു സമയം കൂടിയായിരിക്കും വന്നു ചേരുന്നത്. ഈ മനപ്രയാസങ്ങളൊക്കെ ഒഴിയണം എന്നുണ്ടെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ മാസവും മുടങ്ങാതെ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സകല ദുഃഖങ്ങൾക്കും പരിഹാരം ഉണ്ടാവും. എല്ലാ മാസവും, എല്ലാ മലയാള മാസം തുടങ്ങുമ്പോഴും ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ച് ഒരു ദിവസം പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ഭഗവാന് നെയ്വിളക്ക് തെളിയിച്ച് ആ തിരുനടയിൽ പ്രാർത്ഥിച്ചാൽ എല്ലാ ദോഷങ്ങളും തീർന്നു കിട്ടുന്നതാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായിട്ടുള്ള ഫലങ്ങളാണ് ഈ പുതുവർഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീട് വയ്ക്കാനുള്ള യോഗം, വാഹനം വാങ്ങാനുള്ള യോഗം, മംഗളകാര്യങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ലക്ഷണം, ഇതൊക്കെ ചതയംകാരുടെ ജീവിതത്തിൽ കാണുന്നുണ്ട്. മക്കളെ ഓർത്ത് സന്തോഷിക്കാനുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ ചതയംകാർക്ക് വന്നു ചേരുന്നതാണ്. ധനപരമായിട്ട് നല്ല രീതിയിൽ ഉയർച്ചയുണ്ടാകും, സ്ഥിതി മെച്ചപ്പെടും, സമ്പാദ്യശീലമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. സമ്പാദ്യമൊക്കെ കൂടുതലായിട്ട് വന്നു ചേരാനുള്ള സാധ്യത ചതയംകാർക്ക് കാണുന്നുണ്ട്. കടം കൊടുത്ത പൈസയൊക്കെ ദീർഘകാലമായിട്ട് തിരിച്ചു കിട്ടാതിരിക്കുന്നതൊക്കെ തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വീട്ടിൽ തീർക്കാനുള്ള അവസ്ഥയും അല്ലെങ്കിൽ അതിനുള്ള അവസരവും ഇവർക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ്. കലാ, കായിക, സാംസ്കാരിക, പൊതുപ്രവർത്തനം, സർക്കാർ ജോലി, രാഷ്ട്രീയം, ഈ മേഖലകളിലൊക്കെ തിളങ്ങും. ഈ മേഖലകളിലൊക്കെ വിജയങ്ങൾ പിടിച്ചു പറ്റും എന്നുള്ളതാണ്. ഒരുപാട് പ്രശംസയും അധികാര സ്ഥാനങ്ങളും ഒക്കെ ഇവരെ തേടി വന്നു ചേരുന്നതായിരിക്കും. ചതയംകാർക്ക് എല്ലാം കൊണ്ടും 1200-ാം ആണ്ട് സൗഭാഗ്യത്തിൻ്റെതാണ്, നന്മയുടെയും ഉയർച്ചയുടെയുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബിസിനസ്, പുതിയ സംരംഭങ്ങൾ, കട അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരിക്കും. എല്ലാം കൊണ്ടും തൊട്ടതെല്ലാം പൊന്നാകുന്ന ഒരു നക്ഷത്രമായി ചതയം നക്ഷത്രം മാറുന്നതാണ്. ചതയംകാർ ശിവഭഗവാന് ജലധാര എല്ലാ മാസവും മുടങ്ങാതെ നടത്തുക. കൂടാതെ നിങ്ങളുടെ കുടുംബക്ഷേത്രം എവിടെയാണോ അവിടെ എണ്ണയും തിരിയും എല്ലാ മാസവും വാങ്ങി സമർപ്പിക്കുന്നതും ഏറ്റവും ഗംഗേമമായിരിക്കും. എണ്ണയും തിരിയും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ സമർപ്പിച്ച് അവിടുത്തെ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ പ്രാർത്ഥിച്ചാൽ തന്നെ പാതി പ്രശ്നങ്ങളും തീർന്നു കിട്ടും. ഈ ഒരു വിജയത്തിനും സ്നേഹത്തിനും ഒക്കെ ഒരുപാട് മാറ്റുകൂടും. എല്ലാം നന്നായി വരുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ്. പൂരുരുട്ടാതിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇഷ്ട തൊഴിൽ ലബ്ധിക്കുള്ള സാധ്യത ഏറ്റവും കൂടുതൽ കാണുന്ന സമയമാണ്. ഇവരെ ആഗ്രഹിച്ച് ഒരുപാട് കാലമായിട്ട് പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ജോലി ഇവർക്ക് കിട്ടും. അപ്പോൾ PSC ഒക്കെ എഴുതുന്ന മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പൂരുരുട്ടാതിക്കാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം ഒന്ന് ട്രൈ ചെയ്യാം. സിവിൽ സർവീസ്, PSC അതുപോലെയൊക്കെയുള്ള വലിയ 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 പരീക്ഷകളൊക്കെ നേരിടാനായിട്ട് ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ അനുകൂലമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കും, ഉദ്ദിഷ്ടകാര്യ സിദ്ധി ഉണ്ടാകും, മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. സന്താനയോഗം, വിവാഹയോഗം അല്ലെങ്കിൽ വിവാഹത്തിന് വേണ്ടിയുള്ള വിവാഹം മുടങ്ങിയിരിക്കുന്നതൊക്കെ നടന്നു കിട്ടാനുള്ള യോഗം, വാഹനയോഗം, ഇതൊക്കെ കാണുന്ന ഒരു സമയമാണ് പൂരുരുട്ടാതിക്ക് വന്നു ചേരുന്നത്. ദൂരയാത്രകൾ, വിദേശയാത്രകൾ, വിദേശവാസം, ഇതിനൊക്കെയുള്ള അവസ്ഥകളും തെളിഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപാട് പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള അവസരം ഇവർക്ക് തെളിഞ്ഞു കിട്ടുന്നതാണ്. കുട്ടികൾക്ക് വിദ്യാവിജയമുണ്ടാകും. ഉപരിപഠനത്തിന് അവരാഗ്രഹിച്ച രീതിയിലുള്ള സാധ്യത അവരുടെ മുന്നിൽ തെളിയും. എല്ലാം കൊണ്ടും മംഗളമായി തീരും പൂരുരുട്ടാതി നക്ഷത്രം. പൂരുരുട്ടാതിക്കാർ വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് തെളിയിക്കുക എല്ലാ മാസവും. അതുപോലെ തന്നെ മുരുകക്ഷേത്രം വീട്ടിനടുത്തുണ്ടെങ്കിൽ അവിടെ പോയി തൊഴുത് മുരുകനെ പ്രാർത്ഥിക്കുന്നതും നിങ്ങളുടെ വിജയത്തിൻ്റെയും നിങ്ങളുടെ ഉയർച്ചയുടെയും ആ ഒരു മാറ്റും തിളക്കവും കൂട്ടുന്നതായിരിക്കും. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതിക്കാർക്ക് അത്ര ശുഭകരമല്ല ഈ ഒരു ആണ്ടുഫലം എന്ന് പറയുന്നത്. തൊഴിൽ രംഗത്ത് ചില അശുഭ കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കേണ്ടി വരും. ചില അശുഭ കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. വഴക്കും കാര്യങ്ങളും ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ശത്രുക്കളുടെ ഉപദ്രവം വർദ്ധിക്കുന്ന ഒരു സമയമാണ്. ശത്രുദോഷത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ദേഷ്യം നിയന്ത്രിക്കണം ഈ ഒരു കൂട്ടർ ഉത്രട്ടാതിക്കാർ. അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തന്നെ വലിയ രീതിയിൽ ദോഷമായിട്ട് വന്നു ചേരുന്ന ഒരു സമയമാണ്. ധനപരമായിട്ട് നല്ല നേട്ടങ്ങൾ ഉണ്ടാകും, പക്ഷേ അതുപോലെ തന്നെ ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും. ധനപരമായിട്ട് ഉയർച്ച ഉണ്ടാകും, അതുപോലെ തന്നെ
അതിനനുസരിച്ച് ചിലവും വന്ന ആ പൈസ കയ്യിൽ നിൽക്കാതെ വെള്ളം പോലെ ഊർന്നു പോകുന്നതായിരിക്കും. കൃഷി അല്ലെങ്കിൽ ക്ഷീര രംഗത്ത് പ്രവർത്തിക്കുന്നവർ, സ്വയം തൊഴിൽ ചെയ്യുന്നവർ, ഇവരൊക്കെ ഒരല്പം നഷ്ടം നേരിടുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ പൊതുവെ ധനപരമായിട്ട് നേട്ടം കൊയ്യുന്ന ഒരു സമയമാണ് ഉത്രട്ടാതിയെ സംബന്ധിച്ചിടത്തോളം. ധനപരമായിട്ട് നേട്ടം ഉണ്ട് എന്നുണ്ടെങ്കിലും ആ പണം കയ്യിൽ നിൽക്കാനുള്ള യോഗം കാണാത്തതാണ് ഉത്രട്ടാതിക്ക് വരുന്ന ഒരു ദോഷം എന്ന് പറയുന്നത്. ആരോഗ്യസ്ഥിതിയൊക്കെ വയ്യായ്മകളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ വസ്തു, വീട്, വാഹനം, സ്വർണം ഇതൊക്കെ കുറേശ്ശെ ആണെങ്കിലും നേടാൻ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ ആ നേട്ടത്തിനൊപ്പം തന്നെ ചില അസ്വാരസ്യങ്ങളിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അപ്പം ഗുണവും ദോഷവും കൂടെ കലർന്ന ഒരു ഫലമാണ് ഉത്രട്ടാതി നക്ഷത്രത്തിന് പൊതുവെ കാണുന്നത്. നിങ്ങൾ ഈ ദോഷഫലങ്ങൾ ഒഴിവാകാനായിട്ട് വിഷ്ണു ഭഗവാനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുക. വിഷ്ണു ഭഗവാൻ എല്ലാ മാസവും നെയ്വിളക്ക് തെളിയിക്കുക. ശത്രുദോഷം തീരാനായിട്ട് ശിവഭഗവാന് അഘോര പുഷ്പാഞ്ജലി എല്ലാ മാസവും നടത്തുന്നതും ഏറ്റവും നന്നായിരിക്കും. അപ്പം നെയ്വിളക്ക് വിഷ്ണു ഭഗവാന്, അഘോര പുഷ്പാഞ്ജലി ശിവന് എല്ലാ മാസവും ചെയ്ത് പ്രാർത്ഥിക്കൂ. എല്ലാത്തിനും പരിഹാരമുണ്ടാകുന്നതായിരിക്കും. ഈ രണ്ട് കാര്യം മറക്കരുത് കേട്ടോ. ഇതുണ്ടെങ്കിൽ തന്നെ ദോഷങ്ങളൊക്കെ നീങ്ങും. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നല്ലതുണ്ട് ചീത്തയുണ്ട്. അപ്പോൾ ആ ചീത്തയൊക്കെ പോയി കിട്ടി നല്ലത് മാത്രം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് കാര്യങ്ങൾ മാസാമാസം ചെയ്യാൻ പറയുന്നത്. അവസാനത്തെ നക്ഷത്രം രേവതിയാണ്. രേവതിക്കാരെ സംബന്ധിച്ചിടത്തോളം സമയമാറ്റമാണ്. എല്ലാം കൊണ്ടും ഐശ്വര്യത്തിൻ്റെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത്. കുറേ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടന്ന വിഷമങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാകും. ബിസിനസ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ധനനേട്ടമുണ്ടാകും. ഇരട്ടി ലാഭമൊക്കെ കാണുന്ന ഒരു സമയമാണ്. കലാകായിക സാംസ്കാരിക രംഗത്ത് നേട്ടങ്ങളുണ്ടാകും. അതുപോലെ തന്നെ പണത്തിൻ്റെ വരവിൽ വർധനവ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന ധനം കൂടും. ഇനിയും പൈസയൊക്കെ സമ്പാദിക്കാനും പണം നേടാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വരും. രോഗശാന്തി ഉണ്ടാകും. അതായത് എന്തെങ്കിലും വയ്യായ്മയൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മാറ്റം കാണുന്ന സമയമാണ്. വീട്ടിൽ ചില സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിക്കാൻ സാധിക്കും. അത് കുടുംബത്തിലുള്ള അംഗങ്ങൾ വഴിയോ അല്ലെങ്കിൽ വീട്ടിലുള്ളവർ വഴിയോ ഒക്കെ ആയിരിക്കും അത്തരത്തിലുള്ള മുഹൂർത്തങ്ങൾ വരുന്നത്. മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ അച്ഛനമ്മമാർക്ക് അവസരം തെളിയുന്നതായിട്ട് കാണുന്നുണ്ട്. മക്കളിലൂടെ അച്ഛനമ്മമാർക്ക് പേരും പ്രശസ്തിയും വരുന്ന ഒരു സമയം കൂടിയാണ് രേവതി നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരാൻ പോകുന്നത്. അപ്പം അച്ഛനമ്മമാരായിട്ടുള്ള രേവതിക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ ഒരുപാട് മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതായിരിക്കും. ഈ രേവതിക്കാർ ശിവന് കൂവളത്തിലെ കൊണ്ട് സഹസ്രനാമാർച്ചന എല്ലാ മാസവും നടത്തി പ്രാർത്ഥിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നടത്തി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. എല്ലാം മംഗളമാകും. നിങ്ങളുടെ വിജയവും നിങ്ങളുടെ നേട്ടവും എല്ലാം കൂടുതൽ തിളക്കമാർന്നതാകുന്നതാണ്. അപ്പം രേവതിയാണ് ശുഭഫലം കൊയ്യുന്ന മറ്റൊരു നക്ഷത്രം, അവസാനത്തെ നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പോൾ 27 നക്ഷത്രങ്ങളുടെയും ഫലമാണ് ഞാനിവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം, മറുപടി പറയുന്നതാണ്. ഈ ഫലങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.